ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പേടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പറയുകയാണ്, ഇതിനു മുമ്പ് ചേച്ചിയെക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? എന്തെല്ലാം അനാവശ്യങ്ങൾ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഇവിടെ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അലീനയാണെങ്കിൽ ഇപ്പോൾ ബബിതയ്ക്കും എന്നോട് വലിയ സ്നേഹമാണ്. ഭവിത എന്നെ അങ്ങനെ വേർതിരിച്ച് കാണാറൊന്നുമില്ല. അവളുടെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് എന്നോട് പെരുമാറുന്നതും എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തരുമെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന ഓരോ കാര്യങ്ങളും പറയാണ്. അപ്പോൾ എല്ലാവരും സ്നേഹിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ സ്നേഹിക്കാത്തത് സ്വന്തം പെറ്റമ്മ തന്നെയാണ് അല്ലേ മോളെ അലീനെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാണ് ആൻറ്റി, ആ ഒരു സ്നേഹമില്ലാത്തത് കൊണ്ടാണല്ലോ എനിക്ക് ആ വീട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നത്. ഞാൻ ഏതായാലും ഞാൻ ആ വീട്ടിൽ നിന്ന് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എന്തിനു മോളെ നീ എന്തിനാ ആ വീട്ടിൽ നിന്ന് പോകുന്നത്? ബാലചന്ദ്രന് സത്യാവസ്ഥ എന്താണെന്നൊക്കെ നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ ബാലചന്ദ്രന് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? അയാളെന്തിനാണെന്ന് ഇതൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ മൂടിക്കെട്ടി വെക്കുന്നത്? അതുകൊണ്ട് അയാൾക്ക് എന്താ ഗുണം? അയാൾക്ക് പറഞ്ഞുകൂടെ സത്യാവസ്ഥ? നിനക്കല്ലേ പറയാൻ പാടില്ലാത്തത്? ബാലചന്ദ്രന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛൻ എങ്ങനെ തുറന്നു പറയൂ ആൻറ്റി? കാരണം അന്നേരം അമ്മയോട് സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിയാൻ നേരത്ത് അമ്മ വിചാരിക്കില്ലേ, സ്വന്തം ഭാര്യ പിഴച്ചു പറ്റ മോളെ ഇത്രയും നാള് ഒരു സ്വന്തം മകളെ പോലെ കൊണ്ടുകൊണ്ട് നടന്നു. നാണം കെട്ടവനെന്നുള്ളൊരു പേര് എൻ്റെ അച്ഛനും ഉണ്ടാവില്ലേ? അതുണ്ടാവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ കാരണം അങ്ങനെ ഒരു ചീത്ത പേര് അച്ഛനുണ്ടാകാനായിട്ട് പാടില്ല ആൻറ്റി. അതെനിക്ക് നിർബന്ധമാണ് എന്നൊക്കെ പറയാം മോളെ. നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് മോളെ? നീ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് താമസിക്കുന്നത്? നിനക്ക് വേറൊരു ഇടമുണ്ടോ? നിനക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഞാൻ ഇത്രയും നാളെ എങ്ങനെയാണ് വന്ന ആൻറ്റി, അതേപോലെ തന്നെ മുന്നോട്ട് പോകും. പിന്നെ എനിക്കും അമ്മയോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. ഇനി അമ്മയുടെ മനസ്സ് മാറട്ടേന്നേ. അമ്മ സ്വയം തിരിച്ചറിയട്ടെ. സ്വയം തിരിച്ചറിഞ്ഞ് അമ്മ വേദനിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഞാനെന്ന മകളെക്കുറിച്ച് അമ്മ അറിയണം. അമ്മ അറിഞ്ഞാൽ മാത്രമേ, സ്വയം അറിഞ്ഞാൽ മാത്രമേ മനസ്സ് മാറുള്ളൂ. ഇപ്പം അച്ഛൻ പറഞ്ഞാൽ പോലും അമ്മനെ സ്വീകരിച്ചില്ലെങ്കിലോ? മോളെ അത് പിന്നെ ഒന്ന് പറഞ്ഞു നോക്കാലോ. പറഞ്ഞു നോക്കിക്കഴിഞ്ഞ് സ്വീകരിച്ചാലോ? ഒരിക്കലും ഇല്ല ആൻറ്റി. അമ്മേ ഭയങ്കര വാശിയും പിടിവാശിയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ ഒടുക്കാൻ പോലും അമ്മ മടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു ആൻറ്റി. എനിക്കിനി ആ വീട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. പണ്ടത്തെ പോലെ അമ്മയും അച്ഛനും മക്കളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പക്ഷെ ഒരിക്കലും അമ്മയെ അച്ഛനൊരിക്കലും സ്നേഹിക്കാനായിട്ട് കഴിയില്ല. ഇനിയിപ്പോൾ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബന്ധം വേർപെടുത്തു ആൻറ്റി എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുക. ഏതായാലും വാ, അവരൊക്കെ എവിടെയെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവർ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, അല്ല മാമച്ചായനും ഈ രോഹിത് അവിടെ പോയി? അവർ കുറേ നേരമല്ല പുറത്തേക്ക് ഇറങ്ങി പോയിട്ട്. ഇതെവിടെ പോയെന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പേരൊക്കെ പറിക്കുക. പേരൊക്കെ പറിക്കാനോ? പേരൊക്കെ പറിക്കുക. ഈ വയസ്സാം കാലത്താണ് പേരൊക്കെ പറിക്കലും ഇതിനൊക്കെ ഇങ്ങനെ പോകുന്നത്. വേറെ പണിയോ വല്ലതും ഉണ്ടോ? അപ്പം മോളെ രേവതിക്കുട്ടി നീ പോയി വിളിച്ചിട്ട് വരാ, ഞാൻ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ഈ ഗ്രേസമാൻറ്റിയോട് ചോദിക്കണം, ആൻറ്റി ഞങ്ങളോടൊപ്പം ആൻറ്റിക്ക് വരാൻ പാടില്ലേ? അയ്യോ മക്കളെ, ഞങ്ങൾ വന്നാലൊന്നും ശരിയാവില്ല. നിങ്ങൾ കൊച്ചു പിള്ളേർ ഓടിയും ചാടിയും ഒക്കെ കളിച്ച് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കും. ഞങ്ങൾക്കാണെങ്കിൽ നടക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ ഈ വയസ്സാം കാലത്ത് ഇത് പതുങ്ങി പതുങ്ങി നടക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾ എല്ലാവരും കൂടി പോയി ആസ്വദിച്ച് വരുന്നതല്ലേ നല്ലത്. ഞങ്ങളെ പിന്നൊരിക്കൽ വരാന്നേ. പലിനെയാണെങ്കിൽ അതൊന്നും സാരമില്ല ആൻറ്റി. ഞങ്ങളുടെ ഒപ്പം കൂടിക്കോ, ഞങ്ങൾ ആൻറ്റിയുടെ ഒപ്പം തന്നെ നടന്നോളാം. നമുക്ക് സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ പോകാം ആൻറ്റി. അതൊന്നും ശരിയാവില്ല. അപ്പോൾ രേവതിക്കുട്ടി രോഹിത്തിനെയും അങ്ങളെയും വിളിച്ചുകൊണ്ട് വരികയാണ്. രണ്ടിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോഴേ ഒരാൾ പേരക്ക മരത്തിൽ, ഒരാൾ താഴെ വായം പൊളിച്ച് നോക്കി നിൽക്കുന്നു. അതിലേ ഒറ്റ പേരക്ക പോലും കിട്ടിയില്ല. അയ്യോ മാമച്ചായ, അതിലൊറ്റ പേരക്ക പോലും കിട്ടിയില്ലേ? അപ്പം രേവതിക്കുട്ടി, എങ്ങനെ പേരക്ക ഉണ്ടാവാനാ? അതിലുള്ള പേരക്ക മുഴുവനും ഞാൻ പറിച്ചു തിന്നില്ലേ, പിന്നെ എങ്ങനെയാ പേരക്ക ഉണ്ടാവുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടി. അപ്പോൾ ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അല്ല, എന്താ ഉദ്ദേശം? പുറത്തെങ്ങും സ്ഥലങ്ങളൊന്നും കാണാനായിട്ട് പോകണ്ടേ എന്ന് രോഹിത് ചോദിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഭയങ്കര ബോറടിക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് കാറെടുത്തിട്ട് പോകാം, ഇങ്ങോട്ട് വന്നണ്ടേ.
നിനക്ക് ധൃതിയായല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് ചോദിച്ചപ്പോൾ പിന്നെ എനിക്ക് ധൃതിയായി. അല്ല ഞങ്ങളൊരു ദിവസം നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേ ഞങ്ങൾ നിങ്ങളെ തുണിക്കടയിലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ആ തുണിക്കടയിൽ മാത്രമല്ല നമുക്കേ സ്വർണ്ണക്കടയിലും കയറണം. ഓ അത് കുറച്ച് ഓവറായി പോയില്ലേ? അല്ല മാമച്ചായന് തുണിക്കടയിൽ കയറിയിട്ട് എന്തൊക്കെയാ വേണ്ടത്? ആ അത് അവിടെ ചെല്ലുമ്പോൾ നോക്കാം. എനിക്ക് ഒരു കാഞ്ചീപുരം സാരിയൊക്കെ വേണം കേട്ടോ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഡയമണ്ട് നെക്ലസ് മതി. ആ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്വർണ്ണക്കടയിലോട്ടൊന്നും അല്ല, നിങ്ങളെ കൊണ്ടുപോകുന്നതേ ഞങ്ങൾ ഇരുമ്പ് കടയിലേക്ക് കൊണ്ടുപോകുള്ളൂ. അമ്പടി കേമി നീയാൾ കൊള്ളാലോ. ആ നീ വിചാരിച്ച പോലെ നല്ല. ശരി, ഞങ്ങളൊരു ദിവസം വരുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ആലോചിക്കാം എന്ത് വേണം ഏത് വേണം എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആ ദേ വർത്താനം പറഞ്ഞ സമയം കളയല്ലേന്നേ നിങ്ങൾ, വാ പോകാം എന്ന് രോഹിത്ത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടിക്കാണെങ്കിൽ ഞാനേ ഫ്രണ്ട് സീറ്റിലിരിക്കും കേട്ടോ. ആ എനിക്കല്ലേ വഴി അറിയുള്ളൂ, ഞാനല്ലേ വഴി കാണിച്ചു കൊടുക്കേണ്ട ആള്. ഓ മീഡിയേറ്റർ ആണല്ലേ, വല്ല നിശ്ചയമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് നല്ല നിശ്ചയമുണ്ട്, എനിക്ക് എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് അറിയാം. ഓക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി വണ്ടി കയറി യാത്ര പുറപ്പെടുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയുള്ള ആ സമയത്ത് ഇവിടെ നിർത്ത് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തിനാ ബാലേട്ട ഇവിടെ നിർത്തുന്നത്? നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കാലോ, പക്ഷേ നമ്മൾ ഈ ഹോട്ടലിൽ റൂം എടുക്കാൻ പോലെ. റൂം എടുക്കാനോ? നമ്മളെന്തിനാ ഈ ഹോട്ടലിൽ റൂം എടുക്കുന്നത് ബാലേട്ടാ? നമ്മൾ ആ ഗംഗേട്ടൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്? ആര് പറഞ്ഞു? അല്ല അപ്പോൾ ഗംഗേട്ടനെ കാണാൻ വേണ്ടിയല്ലേ വന്നത്? ആ ഗംഗേട്ടനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്, പക്ഷേ ഗംഗേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. നമ്മളെ ഇവിടെയാണ് താമസിക്കുന്നത്. നമ്മളെ കാണാൻ വേണ്ടി ഗംഗേട്ടൻ ഇങ്ങോട്ട് വരുമെന്നേ. എന്താ എന്തേലും കുഴപ്പമുണ്ടോ? എന്താ ഗംഗേട്ടൻ്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്? എനിക്കില്ല. അല്ല ബാലേട്ടനോട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഗംഗേട്ടനെ കാണാൻ പോകുന്നു പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പം പിന്നെ അങ്ങോട്ട് പോകാതെ എന്തുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അതിനൊക്കെ ചില കാരണങ്ങളെ ഉണ്ട് ഗോവർദ്ധന. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. വാ ഏതായാലും കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അല്ല ബാലേട്ടൻ്റെ പ്ലാൻ എന്താണ്? ഗംഗേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അതൊക്കെ ഉണ്ടെന്നേ. അല്ല എന്തെങ്കിലും വൈരാഗ്യമോ വാശിയോ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏതായാലും വിളിച്ചു നോക്കട്ടെ. വിളിച്ചിട്ട് ഗംഗേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ബാലേട്ടാ ഇപ്പോഴത്തെ ഫോണുകൾ അങ്ങനെയാ, ഒരു വശത്തുനിന്ന് കേൾക്കും, ഒരു വശത്തുനിന്ന് കേൾക്കില്ല. ഇതാണ് ഇപ്പോഴത്തെ ഫോണിൻ്റെ കളി. അതേടാ ഇപ്പം വിളിച്ചിട്ട് റേഞ്ചും കിട്ടുന്നില്ലല്ലോ. അതേ കോള് പോകുന്നുണ്ട്. അങ്ങനെ ഗംഗ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബാല എന്താ ബാല എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ഗംഗേട്ടാ ഞങ്ങളെ ഇവിടെയുണ്ട്. നാട്ടിലെത്തിയോ? എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വാ ബലേന്ദ്ര എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. ഞാൻ ഏതായാലും ഇവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തിരിക്കുകയാണ്. ഗംഗേട്ടനെ ഇങ്ങോട്ട് വാ. എന്താ ഗംഗേട്ടാ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടായിക വല്ലതും ഉണ്ടോ? അല്ല എല്ലാ സമയത്തും ഗംഗേട്ടനെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ടാണല്ലോ വരാറ്. ഇനിയിപ്പോൾ ഗംഗേട്ടനെ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വാ. ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്താ ബാലേന്ദ്രൻ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നല്ലോ. അതെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ബാലേന്ദ്രൻ ഒറ്റക്കാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല, എൻ്റെ അളിയനുണ്ട് ഗോവർദ്ധൻ. എൻ്റെ അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സന്തോഷത്തോടും സുഖമായിട്ട് ജീവിക്കുന്നു. അതാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാലുള്ള ഗുണം. ഒരു തെറ്റിലേക്കും പോവാതെ നല്ല രീതിയിൽ ജീവിക്കുന്നവര് അവരെയൊക്കെ കല്യാണം കഴിക്കണം. അല്ലാതെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ഗംഗയാണെങ്കിൽ എന്താ ബാലേന്ദ്രൻ എന്താ പ്രശ്നം? അതൊക്കെ പറയാ ഗംഗേട്ടാ. ഗംഗേട്ടൻ ആദ്യം വാ, അല്ലെങ്കിൽ ഞാനിവിടുന്ന് പോകുവേ. പിന്നീടേ പശ്ചാത്തപിക്കേണ്ടി വരും. അയ്യോ ബാലേന്ദ്രൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്ന് കാണാൻ പോയാൽ മതിയായിരുന്നു. 300 കിലോമീറ്റർ താണ്ടി ഇവിടം വരെ വന്നല്ലേ. ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി വന്നല്ലോ. അങ്ങനെ പശ്ചാത്തപിക്കേണ്ടി വരും പിന്നീട്. ബാലേന്ദ്രൻ കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ ഏതായാലും അങ്ങോട്ട് വന്നോളാം. ഇങ്ങോട്ട് വാന്നേ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയാം. അതായിരിക്കും ഗംഗേട്ടന് ഏറ്റവും നല്ലത്. ഇങ്ങോട്ട് വരുന്നത് തന്നെ കേട്ടോ.
എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. അപ്പോഴേക്കും ഗോവർദ്ധൻ ചോദിക്കുകയാണ്, എന്താ ബാലേട്ടാ, എന്തായാലും ഒരു മുഷിച്ചില്, എന്തെങ്കിലും വാശിയും വൈരാഗ്യ പിണക്കം വല്ലതും ഉണ്ടോ? ഏയ്, ഒരു പിണക്കവും ഇല്ല. അല്ല, ഈ ഗംഗേട്ടന് ബാലേട്ടനോട് ഇഷ്ടമൊന്നുമില്ലേ? അല്ല, വൈജയുടെ ആളാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, വൈജയുടെ ആളൊന്നുമല്ല, ഗംഗേട്ടൻ എൻ്റെ ആൾ തന്നെയാ. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീരസം, അത്രയും മാത്രമേ ഉള്ളൂ. എനിക്കേ ചില സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗംഗേട്ടൻ്റെ അടുത്ത് പോകാനായിട്ട് ഒരു താല്പര്യമില്ല ഗോവർദ്ധ. അതുകൊണ്ടാ ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനും ഒക്കെ ഉണ്ട്. ഏതായാലും ഇത്രത്തോളം ആയല്ലോ ഗോവർദ്ധ. അതെ ഗോവർദ്ധനെ, ഇവിടെ നിന്നാൽ കുറച്ച് പ്രശ്നമാണ്. അതെനിക്ക് മനസ്സിലായി പ്രശ്നമാണെന്ന്. അത് ഗോവർദ്ധനല്ല, അയാൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഗോവർദ്ധൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ബാറിൽ പോയിട്ട് 2 അടിച്ചിട്ട് വാ. എന്തെങ്കിലുമൊക്കെ ബിയറോ അതേപോലെ തന്നെ വിസ്കിയോ എന്തെങ്കിലും കഴിച്ചിട്ട് വാന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഞാനങ്ങനെ അടിക്കാറൊന്നുമില്ല. ഓ, പിന്നെ അടിക്കാറില്ല പോലും. എന്നിട്ടാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ എൻ്റെ പൊന്നു പാലേട്ടാ, അതിനി കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോയി കഴിച്ചോളാവേ. അതായിരിക്കും നല്ലത്. എങ്കിൽ പിന്നെ നിങ്ങൾ നടക്കട്ടെ, ഞാനേതായാലും പോയേക്കാം. ശരി ഗോവർദ്ധ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനെ പറഞ്ഞു വിടുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഗംഗ വരിക. അപ്പോൾ ഗംഗൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഫോൺ ചെയ്യുക, ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ഫോൺ ചെയ്തിട്ട്, ബാല എത്രയാണ് റൂം നമ്പർ? കൊള്ളാലോ, റിസപ്ഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം നമ്പർ അറിയാലോ. എന്താ ഗംഗേട്ടാ, ഇതെന്താ ഹോട്ടലിലൊക്കെ റൂം എടുക്കുന്നത് എന്താ ആദ്യമായിട്ടാണോ? ഗംഗേട്ടനൊന്നും അറിയാത്തതുപോലെ ഇത് ചോദിക്കാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങനെ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല, ഏതായാലും ബാലേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ബാലേന്ദ്രനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. ഓ, അത് ശരി. അപ്പോൾ ഗംഗേട്ടന് ഹോട്ടലിൽ കയറി ചോദിക്കാനുള്ളൊരു മടിയാ അല്ലേ? അയ്യോ എൻ്റെ പൊന്നു ബാലേന്ദ്രൻ, നീ അതീ പിടിച്ച് കയറണ്ട, ഞാൻ പോയി ചോദിച്ചോളാം. വേണ്ട, എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം, 408 എന്നിങ്ങനെ നമ്പർ പറഞ്ഞു കൊടുക്കാം. ശരി, ആയിക്കോട്ടെ എന്നിങ്ങനെയും പറഞ്ഞുകൊണ്ട് ഗംഗൻ നേരെ ഹോട്ടൽ റൂമിലേക്ക് കയറി ചെന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ്. ബാലേന്ദ്രൻ വാതിലും തുറന്നു കഴിഞ്ഞപ്പോഴേക്കും, കയറി വാ ഗംഗേട്ടാ എന്ന് പറയാണ്. എന്താ ബാലേന്ദ്ര, ഗോവർദ്ധന എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഗോവർദ്ധനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അതെന്തിനായിരുന്നു ബാലേന്ദ്ര? ഇത് വളരെ മോശമായി പോയിട്ടോ. ഇത്രയും ദൂരം വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കായിരുന്നു. ഒന്ന് പോ ഗംഗേട്ടാ. നിങ്ങളെ പണവും പത്രാസും ഒക്കെ കാണാൻ വേണ്ടിയല്ല ഞങ്ങളിങ്ങോട്ട് വന്നതും, ഞാൻ ഗോവർദ്ധനെ കൂട്ടിക്കൊണ്ട് വന്നതും. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ. എന്താ ബാലേന്ദ്രൻ എന്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ തമ്മിൽ അങ്ങനെയായിരുന്നോ? അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ ആകാൻ സാധ്യതയുണ്ടല്ലോ. കാരണം നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ. കൊടും ചതി. ആ ഒരു ചതി എനിക്ക് മറക്കാനായിട്ട് കഴിയില്ലല്ലോ. ചില കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനും ഇതൊക്കെ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്താ ബാലേന്ദ്രൻ്റെ പ്രശ്നം എന്താണ്? അതെ, നിങ്ങളുടെ പുന്നാര പെങ്ങളില്ലേ, ആ പെങ്ങളെ നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ? കുറേ ആയല്ലോ ഞാൻ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ പെങ്ങൾക്ക് ഏതോ ഒരു അജ്ഞാതനായിട്ട് ഗർഭമുണ്ടായി, അവള് പിഴച്ച് പ്രസവിക്കുകയും ചെയ്തു. അവളെ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു. ഇതിനേക്കാളും വലിയൊരു ചതി എന്നോട് ഇതുവരെയും ആരും ചെയ്തിട്ടില്ല. അതൊക്കെ ഇരിക്കട്ടെ. അല്ല, എന്താണ് അയാളുടെ പേര്? ആ ചതിച്ചിട്ട് പോയ ആളുടെ പേര് എന്തിനാ ബാലേന്ദ്ര? ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം എന്തിനാ സംസാരിക്കുന്നത്? അതെല്ലാം സംസാരിച്ചിട്ട് ബാലേന്ദ്രന്റെ മനസ്സിന് തന്നെയല്ലേ കൂടുതൽ ഭാരങ്ങൾ കൂടി വരുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ എന്തിനാ സംസാരിക്കുന്നത്? അത് ശരിയാ, എല്ലാം ബാലേന്ദ്രന്റെ മനസ്സിനാണ് കനം കൂടി വരുന്നത്. പക്ഷേ ഞാനേ അയാളുടെ പുള്ളിക്കാൻ്റെ പേര് മറന്നുപോയി, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് അയാളുടെ പേര്? നിങ്ങളുടെ പെങ്ങളെ ചതിച്ചിട്ട് പോയവൻ, പണി കൊടുത്തിട്ട് പോയവൻ, അവൻ പേരെന്താണ്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗംഗയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തന്നെ. നമസ്കാരം. താങ്ക് യു. ബൈ.